അതിനേശ് ഇവിടെ ആശുപത്രി വെച്ച് ടൈമാണ് അവന്റെ കൈക്ക് ഒരു കുഴപ്പമില്ലെന്നറിഞ്ഞ് അവൻ ഡിസ്ചാർജ് ആകാൻ നോക്കുമ്പം ഇവന്റെ അപ്പൂപ്പ അതിനെ സമ്മതിക്കാതെ കുറച്ച് ദിവസം വർക്കിന്റെ ഒരു ചിന്തയില്ലാതെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങിച്ചു വയ്ക്കും. കാരണം ഇവൻ ആ ന്യൂസിനെ കുറിച്ചൊന്നും അറിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവന്റെ സെക്രട്ടറിയോടും ഈ കാര്യം ഒന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ടൈമാണ് ഹാരി ഒന്ന് ഫോൺ വിളിക്കണം എന്നറിഞ്ഞ് അവിടുത്തെ ഒരു നഴ്സിന്റെ ഫോൺ വാങ്ങിച്ച് ഇവളോട് സംസാരിക്കും. അപ്പോഴാണ് അവളാണ് ഷോക്കായി ഇതാരുടെ നമ്പറാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് ഇവന്റെ ഫോൺ അപ്പൂപ്പ വാങ്ങിച്ചു വെച്ചേക്കുക. അവന്റെ തൽക്കാലം കിട്ടുന്ന ചാൻസിലൊക്കെ വേറെ ഫോണിൽ നിന്നൊക്കെ ഇവള് വിളിക്കാന്ന് പറയും. അങ്ങനെ അവനോട് ഫോണിൽ സംസാരിച്ചാലും ഹാരി ഇവനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ കുറിച്ചുള്ള കാര്യം എല്ലാവരും അറിഞ്ഞത് അവനോട് പറയത്തില്ല. അങ്ങനെ അതിനുശേഷം ഹാരിയുടെ കൂട്ടുകാരിയാണ് ഫോൺ വിളിച്ചിട്ട് ഇവൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹാരിയാണ് അവൾക്കൊരു പ്രശ്നമില്ലെന്നറിഞ്ഞ് അവളിപ്പോ ഫുഡ് അടിക്കാൻ വേണ്ടി പോകാന്ന് പറയും. പക്ഷെ എന്നിട്ട് അവള് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഫുഡ് അടിക്കാതെ അവൾ അവരെ കണ്ട് പതുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇവളുടെ പ്രശ്നം കാരണം ഇവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോജക്റ്റ് എല്ലാം പോയെന്ന്. അപ്പോഴാണ് അവിടേക്ക് വന്നിരിക്കുന്ന വേറെ രണ്ടുപേരും കൂടെ ഒരേശെ ബോസ് ഹാരി ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവൾ അവാർഡൊക്കെ ചോദിച്ചു വാങ്ങിച്ചെന്നറിഞ്ഞ് അവളുടെ ഹാർഡ് വർക്കിനെ കുറിച്ചൊക്കെ താഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവളെ കാണാനും കൊള്ളത്തില്ല, എങ്ങനെ നമ്മുടെ ബോസിനെ സെറ്റാക്കി എന്നറിഞ്ഞ് ഇവരൊക്കെ കളിയാക്കി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ട് മിസ്റ്റർ ബിന്നാണ് അടുത്തേക്ക് ചെന്നിട്ട് ആഹാ രണ്ടുപേരും കൂടെ എന്തോ ഇവിടെ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണല്ലേ? നിങ്ങൾ പറയുന്ന പോലെ അവൾക്ക് അവാർഡ് കിട്ടിയത് ചുമ്മാതൊന്നല്ല, അവൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട ഒരു സീനിയർ ആയിട്ട് അവൾ എനിക്ക് പോലും അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം എന്നെക്കാലം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എന്നിട്ട് ഇവരൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവളാണ് കരഞ്ഞോണ്ട് അതെല്ലാം കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിനേശ് അങ്ങേരും നിന്നെക്കാളും ഷിൻഹാരിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നറിഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ചെയ്യുമ്പോൾ അവർ രണ്ടിനും കൂടെ ഇങ്ങനെ കണ്ടു പേടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ടീം ലീഡറാണ് നിനക്കെപ്പോഴാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയെന്നറിഞ്ഞ് അങ്ങേര് ചോദ്യം ചെയ്യുമ്പോൾ അയാളാണ് പറഞ്ഞു കൊടുക്കും നമ്മുടെ ഫാമിലിയെ കുറിച്ച് നമ്മൾ കുറ്റം പറയാം, പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും പറയാമെന്ന് നമ്മൾ നോക്കി നിൽക്കുമോ? എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ആരെയാണ് എഴുന്നേറ്റ് നിന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് കരഞ്ഞോണ്ട് മൈ ഡിയർ ഫാമിലി എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടി വരുമ്പോൾ തന്നെ തെന്നി അടിച്ചങ്ങ് വീഴും. അങ്ങനെ അതുകൊണ്ട് ഇവരൊക്കെ പേടിച്ചിരിക്കുമ്പോൾ അടുത്ത സെക്കൻഡ് ഇവൾ എഴുന്നേറ്റ് ഓടി വന്ന് ഇവരെ അങ്ങ് ഹഗ് ചെയ്യും. അതിനേശം യങ്സിയാണ് ജോലി കഴിഞ്ഞിട്ട് നേരെ ഹാരിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവളുടെ അച്ഛനമ്മയും അവളെ കുറിച്ചുള്ള സത്യം അറിയിക്കാൻ വേണ്ടി അവൾ മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അവിടെ വന്നേക്കുന്നവരൊക്കെ ഹാരി ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബോസ് അല്ലേ ഏതോ ഒരു ജോലിക്കാരെ ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞ് അവർക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ യങ്സ് വിഷയം മാറ്റാൻ വേണ്ടി ഇന്നെല്ലാവർക്കും അവരുടെ വക ചെലവെന്നറിയും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ ആ സംസാരം അങ്ങ് നിർത്തും. ഇതേസമയം ആശുപത്രി വെച്ച് സെക്രട്ടറി ടൈമിന് ഡ്രസ്സ് ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പം അവിടേക്ക് വന്ന് നോക്കുന്ന നഴ്സാണ് ആഹാ ഇവിടെ എന്തോ നടക്കുന്നതെന്ന് ഒരു റിയാക്ഷൻ കൊടുക്കും. അതോടെ അവന്മാരാണ് മേടിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, നിങ്ങൾ തെറ്റിയിരിച്ചെന്ന് തോന്നുന്നത് എന്നിട്ട് അവന്മാർ പറയുമ്പം അവള് ബായ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനെ സെക്രട്ടറിയും നീ കാരണം അവൾ എന്നെ ഗേ ആയിട്ട് വിചാരിച്ചെന്ന് പറയുമ്പം അവനാണ് ഞാൻ കാരണോ? നീ കാരണോടാ, നിന്റെ ശ്വാസമൊക്കെ എന്റെ കഴുത്തിനകത്തൊന്ന് അടിച്ച് എനിക്ക് ഇക്കിളിയാവുന്നു എന്നിന് ഇവൻ പറയുമ്പം സെക്രട്ടറി മേടിച്ചിട്ട് അതിനെന്തിനെ പതിയെ പറയുന്നത് എന്നിന് ഇവൻ ഷോക്കായിരിക്കുമ്പം ടൈമും എന്തോ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞ് അവനാക്കാൻ തുടങ്ങും. അതിനെ ശിവനും പതിയെ ഡ്രസ്സ് എടുത്തിടാൻ വേണ്ടി വരുമ്പം ടൈമോ ആണ് ഏത് സ്പ്രേ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചുമ്മാ തമാശി സംസാരിച്ചോണ്ടിരിക്കും. അതിനേശം സെക്രട്ടറി ആണ് ഇവന്റെ അപ്പൂപ്പ സമ്മതിച്ചില്ല, ഇനിയിപ്പോ ഹാരിയുടെ കാര്യത്തിൽ എന്തോ ചെയ്യാമോന്ന് ചോദിക്കുമ്പം അവനും ഒരു യങ്സയുടെ അച്ഛൻ ഇവന്റെ കൂടെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവൻ വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവൻ അതേപോലെ അപ്പൂപ്പ സമ്മതിച്ചില്ലെങ്കിലും ഹാരിയെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ഹാരിയുടെ കൂട്ടുകാരിയാണ് ഇത്രയും ഭക്ഷണം നടന്നിട്ട് ആ മിൻവോ ഇതുവരെ ഇവള് വിളിച്ചില്ലെന്ന് ചോദിക്കുമ്പം അവളാണ് ആ ഫോണൊക്കെ വിളിച്ചായിരുന്നു പക്ഷെ ഇവൾ എടുത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരും ദേഷ്യത്തി എടി ഞാനൊക്കെയായിരുന്നു എടുത്തിട്ട് കുറെ ചീത്ത വിളിച്ചാന്, ആ യൂറയെ മാത്രം കൈ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ സ്കിൽസ് ഒക്കെ ഒന്ന് കാണിക്കായിരുന്നു. എന്നിട്ട് ഇവള് ഹാരിയും കൂടെ ചിരിച്ച് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന അങ്ങ് ദൂരെ ഇരുന്ന് മിൻവോയും കണ്ടിട്ട് അവളിപ്പോ ഓക്കെ എന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഹാരി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ടൈമോനെ പുറത്ത് ടെലിഫോൺ ബൂത്തിൽ നിന്ന് വിളിച്ചിട്ട് ആശുപത്രി കിടക്കുന്ന ബോയ് ഫ്രണ്ടിനെ മൈൻഡ് ചെയ്യാത്ത ഗേൾ ഫ്രണ്ടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് ഇവൾക്ക് വരാൻ സമയം കിട്ടില്ലെന്ന് പറഞ്ഞ് ഇവൻ ഏതൊക്കെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവള് വന്നില്ലെങ്കിലും ഇവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിഞ്ഞ് ഇവൾ തന്ന പാവക്കുട്ടി ഇപ്പോഴും അവന്റെ കയ്യിലെന്ന് അറിയും. അതേസമയം അവള് സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ റിലേഷൻ അറിഞ്ഞ കാര്യം കുറിച്ച് ഇവളോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് അവനും സംസാരത്തിൽ എന്തോ മാറ്റമുണ്ടല്ലോ എന്നറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ ഇവള് പ്രശ്നമൊന്നുമില്ല തൽക്കാലം ഉറക്കം വരുമെന്ന് അറിയും. ഇത് കേട്ട് അവനും ദേഷ്യത്തി ഒരു ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ നിനക്ക് ഉറക്കം വരുന്നോ, അത് കുറച്ച് റൂഡാണല്ലേ എന്നിന് അവനും കളിയാക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം അവന്റെ അപ്പൂപ്പ അറിഞ്ഞത് അവൻ ഇപ്പോഴാ സമാധാനമായെന്ന് പറയും. അങ്ങനെ ഇനി നമ്മൾ ആരോടും സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടെന്ന് അവനും പറഞ്ഞുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാന്ന് അവളോട് ഇങ്ങനെ പറയാൻ വേണ്ടി വരും. പക്ഷെ ആ സമയത്താണ് കോള് കട്ടാവുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾക്കൊന്നും കേൾക്കാതിരിക്കുമ്പം ഇവന് നമുക്ക് കല്യാണം കഴിക്കാം, ഹലോ ഞാൻ പറഞ്ഞെല്ലാം കേൾക്കുന്നുണ്ടോ എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ അവന് മനസ്സിലായി കോയിൻ ഇല്ലാതെ കോള് കട്ടായെന്ന്. അതുകൊണ്ട് തന്നെ അവനും ഈ പൈസക്ക് ഞാൻ ഇനി അവിടെ പോകുന്നറിഞ്ഞ് അവന് മൊത്തത്തിൽ പെട്ടുപോകും. അങ്ങനെ അതുകൊണ്ട് അവനും തിരിച്ച് ആശുപത്രിയിലേക്ക് വരുമ്പം കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കോള് കട്ട് ചെയ്യണമെന്ന് അവനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് ഇവന്റെ അപ്പൂപ്പനും ഇവനെ വിദേശത്ത് പറഞ്ഞയക്കാൻ അവിടുത്തെ വീട്
വീടൊക്കെ ഇപ്പൊ തന്നെ സെറ്റാക്കി വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവനാണ് അപ്പൂപ്പൻ എന്നെ വിദേശത്ത് പറഞ്ഞേക്കാൻ നോക്കുകയാണ്, ഇത് എന്നെ ഹാരി അകറ്റാനാണെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല എന്ന് അവൻ പറയുമ്പോഴാണ് അപ്പൂപ്പനും അത് എനിക്കും അറിയാം, നീ അവിടെ പോയിരിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ പ്രണയം പൊട്ടി പോകത്തില്ലെന്ന്. ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് ഓക്കെ പറയാന്ന് വിചാരിച്ചോ, പിന്നെ നിങ്ങൾ രണ്ട് ഡേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാരും അറിഞ്ഞാൽ നിനക്കൊരു കുഴപ്പമില്ല, പക്ഷെ എന്നും ജോലിക്ക് വരുന്ന അവൾക്ക് അത് സീനായിരിക്കും. കാരണം അവളുടെ പുറകെ കുറെ പേര് സംസാരിക്കും. അങ്ങനെ അതൊക്കെ കേട്ട് അവൾ സങ്കടപ്പെടത്തേ ഉള്ളു. അതുകൊണ്ട് 2 വർഷം നീ വിദേശത്ത് ചെന്ന് വർക്ക് ചെയ്യും, എന്നിട്ട് നിനക്ക് അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്നിന് അങ്ങേര് പറയുമ്പോൾ തന്നെ അവനും 2 വർഷമോ 20 വർഷമോ എത്ര വർഷം എടുത്താലും അവന്റെ ഫീലിങ്സ് മാറത്തില്ലെന്ന് പറയും. കൂടാതെ ഇനി ഹാരിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അവന് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒരു പക്ഷെ മറ്റുള്ളവരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എങ്കിൽ പിന്നെ അവൾ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അപ്പൂവ് മാത്രം സമ്മതിച്ചാൽ മതി എന്ന് ഇവനും പറഞ്ഞു നോക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് യങ്സിനെ സേഹുവിനെ ഡേറ്റ് ചെയ്യുന്ന കാര്യം അവളുടെ അച്ഛൻ കണ്ടെത്തും. അങ്ങനെ അങ്ങേർക്ക് മുമ്പേ അറിയാൻ സത്യം ഇത്. അതുകൊണ്ട് ഇവന്റെ കൂടെ ഒരു ദിവസം ഡിന്നർ കഴിക്കണം എന്ന് പറയുമ്പോൾ അവളാണ് ദേഷ്യത്തി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛൻ സമ്മതിക്കത്തില്ലെന്ന് ഉറപ്പി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങേരാണ് സ്വന്തം മകള് കെട്ടാമെന്ന ചെറുക്കനെ ഒന്ന് നേരിട്ടുണ്ട് സംസാരിച്ചൂടെ എന്ന് പറഞ്ഞ് ഇവനെ വരാൻ വേണ്ടി പറയും. ഇതേ സമയം കമ്പനി വെച്ച് ടേമുന്റെ അപ്പൂപ്പനും ഹാരിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ ടെൻഷനി അവന്റെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അങ്ങേരാണ് ഇവളും ടേമും തമ്മി പ്രണയത്തിലാന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇപ്പൊ കമ്പനി കുറെ ലോസ് ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവളെ ഡേജിങ്ങിലുള്ള വേറെ ഫാക്ടറിയിലേക്ക് പറഞ്ഞേക്കാൻ പോകുന്ന പറയും. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഷോക്കായി, ഡേജിങ്ങിലുള്ള ഫാക്ടറിയോ, പക്ഷെ അവിടെ ഫുഡ് റിസർച്ച് അല്ലല്ലോ, അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നതിന് ഇവളും ചോദിക്കുമ്പോൾ അങ്ങേരും വേറെ ജോലിയും ചെയ്യാൻ വയ്യെങ്കിൽ പിന്നെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാൻ പറയും. ഇതേ സമയം തന്നെ ഇവിടെ ആശുപത്രി ടീമും അവിടുത്തെ നഴ്സ് വഴി അറിയാൻ വരും ഹാരി ഇവനെ ഡേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞ് ഹാരിക്ക് പ്രശ്നമായിരിക്കുമെന്ന്. അങ്ങനെ അതോടെ അവൻ നേരെ സെക്രട്ടറിയെ കണ്ടിട്ട് ഇവൻ എന്തോ ഒരു കാര്യം പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അവനാണ് പേടിച്ചിട്ട് ഇവന്റെ അപ്പൂപ്പൻ പറഞ്ഞോണ്ട ഒന്നും പറയാത്തെന്ന് ഇങ്ങനെ പറയും. അപ്പോഴാണ് ടീമും സങ്കടത്തി ഇവനിങ്ങനെ സത്യം മറച്ചു വെക്കുന്ന അവൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് ഇവനില്ലാതെ പാവം അവൾ കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഇവൻ അപ്പൊ തന്നെ കയ്യിൽ കെട്ട കഴിച്ചു മാറ്റി നേരെ കമ്പനിയിലേക്ക് ചെല്ലും. അങ്ങനെ അവന് നേരെ ചെന്ന് ഹാരി എവിടാൻ ചോദിക്കുമ്പോൾ അവരൊക്കെ ചെയർമാൻ ഒറ്റയ്ക്ക് കാണണമെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ കുറെ സമയം പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൻ ടെൻഷനായി നേരെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവന്റെ അപ്പൂപ്പനാണ് ഇവൻ ആശുപത്രി ഇല്ലാതെ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഹാരിയോട് എന്തോ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളെ ഫാക്ടറി ചെന്ന് ജോലി ചെയ്യാനോ അല്ലെ റിസൈൻ ആകാനുള്ള കാര്യം പറഞ്ഞ കാര്യമൊക്കെ ഇവനോട് ഇപ്പൊ പറയും. അങ്ങനെ അവൾ ഈ കമ്പനിക്ക് ഉണ്ടാക്കിയ പേരുദോഷത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും ദേഷ്യത്തി അപ്പൂപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇത് അവളുടെ തെറ്റല്ല, ഞാനാ തെറ്റിയത്, അത് ഞാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ അവളുടെ പുറകെ നടന്ന്, അതുകൊണ്ട് എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞാൽ മതി എന്നിന് അവൻ പറയുമ്പോൾ തന്നെ അപ്പൂപ്പനും ഇവൻ കുറ്റം ചെയ്തിട്ട് പറയുവാണ് എങ്കിൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇവനെ റിസൈൻ ചെയ്യാൻ പറഞ്ഞ ഇവൻ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് ചെയ്യേണ്ടി വന്നാലും അവൻ തീർച്ചയായിട്ടും ഈ ജോലി കളഞ്ഞിട്ട് പോകുമെന്ന് പറയും. അതുകൊണ്ട് ഹാരി ഒന്നും ചെയ്യാൻ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഇവൻ അവളെ അന്വേഷിക്കും. അങ്ങനെ അവൻ അവളുടെ വീട്ടിൽ വന്നിട്ട് ഹാരി എന്തേലും ചോദിക്കുമ്പോൾ അവളുടെ അമ്മ അച്ഛനും കൂടെ ഈ സമയത്ത് ജോലിക്ക് പോയെന്ന് പറഞ്ഞ് മിസ്റ്റർ ബിൻ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവൻ അനിയനെ കണ്ടിട്ട് അവനോട് പുറത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളുടെ അമ്മ അച്ഛനോട് അമ്മ അച്ഛൻ നമുക്ക് പിന്നെ സംസാരിക്കാന്ന് അവൻ പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ഇവരുണ്ടെയും കൂടെ അമ്മ അച്ഛനാ ഇവൻ എന്തിനാ നമ്മളങ്ങനെ വിളിച്ചിട്ട് വന്നേ എന്നിന് അവർ പുകഞ്ഞുമായിരിക്കും. ഇതേ സമയം ഹാരിയാണ് അവന്റെ അപ്പൂപ്പനോട് സംസാരിച്ച കാര്യം നോക്കും. അതായത് അങ്ങേര് ഒന്നെങ്കിൽ ജോലി ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ ഇവളാണ് അവൾ എന്തിനു പോകണമെന്ന് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ ടീമുവിനോട് പറഞ്ഞ പോലെ തന്നെ ഒരു അവാർഡ് വാങ്ങിച്ച ഒരാളെ നിങ്ങൾ ജോലിന്ന് പുറത്താക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് മതതി അങ്ങ് ഷോക്കായി പോകും. അങ്ങനെ പ്രേമിക്കുന്ന എന്തോ കൊലപാതകമാണെന്ന് പറഞ്ഞ് ഇവൾ അപ്പൂപ്പനോട് പറഞ്ഞ കാര്യം വെച്ചിട്ട് ലാസ്റ്റ് ഡയലോഗ് എന്തായാലും വേണ്ടായിരുന്നു ഷേ എന്നിന് ഇവള് നാണം കെട്ട് എവിടെയൊക്കെ പോന്നെന്നറിയാതെ അവൾ ചുമ്മാ നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ടീമോ അനിയനോട് അവന്റെ ഫോണും തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അതിനെന്താ അളിയാന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അച്ഛനമ്മയും കൂടെ അളിയനോ ഇവിടെ എന്തോ നടക്കുന്നത്, ഇനി ഞങ്ങൾ അച്ഛനമ്മയെന്ന് വിളിച്ച് ഇനി നീ ഹാരിയെ ഡേറ്റ് ചെയ്യണോ സത്യം പറയടാ എന്നിന് അവരൊക്കെ ചോദ്യം ചെയ്യുമ്പം ഇത് കേട്ട് അവനും പേടിച്ചിട്ട് അമ്മ ആൾക്കാരെ ഞാൻ പിന്നെ പറയാം എന്നിന് ഇവൻ പറയുമ്പോൾ തന്നെ അവരും ദേഷ്യത്തി എടാ 40 വയസ്സായി തെണ്ടി നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്ന, നീ എന്റെ മകളുടെ അച്ഛന്റെ പ്രായമുണ്ട്, കാണാൻ ഹാൻസം എന്ന് പറഞ്ഞ് നീ വെറുതെ വിടുവോ എന്നിന് ഇവരൊക്കെ അവന് തെറ്റിച്ച് ദേഷ്യപ്പെടുമ്പം അവനാണ് തൽക്കാലം ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല ഞാൻ പിന്നെ വന്ന് കാണാൻ അമ്മ അച്ഛന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതിനേശ് അനിയനും നിങ്ങൾക്ക് അവനെ കണ്ട 40 വയസ്സായിട്ട് ആളായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവർ വിചാരിക്കുന്നവരെ ഭിന്നൊന്നല്ല അത് ഹാരിയുടെ ബോസാന്ന് പറയും. അങ്ങനെ അതോടെ ഇവരാണ് ഷോക്കായി ഹാരിയുടെ ബോസോ ഉള്ളയാണ് ഇതൊക്കെ എന്നിന് അവരും മൊത്തത്തിൽ സൈലന്റ് ആകും. അങ്ങനെ ഇന്നത്തെ ദിവസം രാത്രിയാണ് യങ്സ്റ്ററുടെ അച്ഛൻ അവരെ കാണാൻ വേണ്ടി വിളിച്ചേക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനോട് ഇവൻ ടീമിന്റെ സെക്രട്ടറി അല്ലേന്ന് പറഞ്ഞ് ഇവൻ അച്ഛനമ്മയെല്ലാം ജനിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലല്ലേ വളർന്നെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് വേറെ കമ്പനിയിലൊക്കെ ഇവൻ പിന്നെ മാറുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് യങ്സ്റ്ററാണ് തടഞ്ഞു നിർത്തിയിട്ട് അച്ഛൻ ചോദിച്ചേക്കെ മതി നിങ്ങൾ എന്തായാലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് ഇവളുടെ അച്ഛനാണ്
ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങേറെ കമ്പനി നോക്കൂലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച അതിലെന്തോ തെറ്റും ചോദിക്കും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് അതിനർത്ഥം അച്ഛൻ ഇവനെ സമ്മതിച്ചോ എന്നിന് ഇവള് സംശയിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛന് ഇഷ്ടമല്ലാതെ എന്തിനാ ഇവനെ ഡിന്നറിന് വിളിച്ചാൻ ചോദിക്കും. അങ്ങനെ എന്റെ മോളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങേരെ അവസാനം സമ്മതിക്കും. അതിനേശം തിരിച്ച് വീട്ടിൽ പോകുന്നവർക്ക് ഇവളാണ് ഇവളുടെ അച്ഛൻ സാധാരണ ഇങ്ങനെ സമ്മതിക്കത്തില്ല, ഒരു അങ്ങേർക്ക് ഒരു അസുഖം ഉണ്ടോന്ന് പറഞ്ഞ് ഇവൾ ചെറുതായിട്ട് പേടിച്ചിരിക്കും. അപ്പോഴാണ് അവനും അങ്ങനെ ആയിരിക്കത്തില്ല, ഇവളെന്തിനാ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളോടുള്ള സ്നേഹം കാരണം സമ്മതിച്ചായിരിക്കും എന്ന് പറയും. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് തുമ്മലെന്ന് ടിഷ്യൂ ഉണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇവൻ പ്രൊപ്പോസ് ചെയ്യാൻ വെച്ചിരുന്ന റിംഗ് ആണ്. അങ്ങനെ അതുകൊണ്ട് അവളാണ് സ്തംഭിച്ചുപോയി. ഇത് ഇവൾക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചോണം ചോദിക്കുമ്പോൾ അവനാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് കള്ളം പറയും. അങ്ങനെ ഇവളുടെ അച്ഛന്റെ സമ്മതം കിട്ടാത്തോണ്ട് ഇവൻ പിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇവളാണ് എങ്കിൽ ഇവൻ ഇപ്പൊ സമ്മതം കിട്ടിയതുകൊണ്ട് ഇവൾക്ക് ഇവനെ കല്യാണം കഴിക്കണം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവനെ സമ്മതം ചോദിക്കുമ്പോൾ അവനാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഇവൻ പറയേണ്ട ഡയലോഗ് എന്തിനാ ഇവളിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് അവൻ ആ മോതിരം വാങ്ങിച്ചിട്ട് ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല ഇവൾക്ക് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് വലിയ മാരിമെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ അവളാണ് സന്തോഷത്തി അവൻ എസ് പറയും. ഇതേ സമയം ഹാരിയും ചുമ്മാ ചുറ്റി കറങ്ങി അവസാനം അവൻ പറഞ്ഞ ആ ക്രിസ്മസ് ട്രീ പോലെയുള്ള ടവറിന്റെ അവിടെ നിൽക്കും. അപ്പോഴാണ് കുറെ സമയമായിട്ട് ഇവളുടെ അനിയൻ വിളിച്ചേക്കുന്നുണ്ട്. അവനയച്ച മെസ്സേജ് ഇങ്ങനെ കേൾക്കുമ്പോൾ ടീമോ ആയിരിക്കും ഇവൾ എവിടാ എന്താ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് വോയിസ് അയച്ചേക്കുന്നത്. കാരണം അവൻ ഇപ്പോഴും ഇവൾ അന്വേഷിച്ച് ഓരോ സ്ഥലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവള് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് ഇവനാ വിളിച്ചത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ ഇവന്റെ ക്രിസ്മസ് ട്രീയുടെ അവിടെ നിൽക്കുമെന്ന് അറിയും. അതോടെ അടുത്ത സെക്കൻഡിന് അവൻ വരുന്നൊരു വെയിറ്റ് എന്ന് പറഞ്ഞ് നേരിട്ട് അവിടേക്ക് തന്നെ വരും. അങ്ങനെ അതോടെ ഇവളെ കണ്ട് വിഷമിച്ച് അവൻ ഓടി ചെന്ന് ഹഗ് ചെയ്ത് ഇവൾ എത്രമാത്രം മിസ് ചെയ്യുന്നു ഇവൾക്കൊല്ലം പിടിയുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.